My dear students, welcome back to our new subject in 6th sem, that is organizational behavior. ഇന്ന് അതിൻ്റെ സെഷൻ 1 ആണ്. ഇതിൽ നമ്മൾ ആദ്യത്തെ മോഡ്യൂളായിട്ടുള്ള ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് ഫസ്റ്റ് മോഡ്യൂൾ. അതിൻ്റെ ഇൻട്രഡക്ഷൻ ആണ്. നമ്മൾ ഇൻ ജനറൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അയാളുടെ ബിഹേവിയർ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലായാലും നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് അല്ലേ, അതിൽ തന്നെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ജസ്റ്റ് ആവറേജ് ഫ്രണ്ട് ഉണ്ട്, തീരെ ഫ്രണ്ട് ഇല്ലാത്തവരുണ്ട്. സോ ഹൂവർ ഇറ്റ് മേ ബി, നമ്മളിപ്പം നിങ്ങൾ തേർഡ് ഇയർ ആണ്, ഈ തേർഡ് ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏകദേശം ഓരോരുത്തരെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ മനസ്സിലാക്കൽ എങ്ങനെയാണ്? ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് നമ്മളവരെ മനസ്സിലാക്കുന്നത് അല്ലേ. സോ അതുപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗനൈസേഷന് ഇപ്പോൾ 10,000-2000 പേര് ജോലി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിൽ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്, അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു കോമൺ ബിഹേവിയർ ഉണ്ടാവും. അതാണ് നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ എടുക്കുക, നിങ്ങളുടെ ക്ലാസ്സിൽ 40-45 കുട്ടികളോളം ഉണ്ട്. സോ നിങ്ങളുടെയൊക്കെ ബിഹേവിയർ വെച്ചിട്ട് ആസ് എ ഹോൾ ഇപ്പം നമ്മൾ ഫൈനൽ ഇയർ BBA ഫിനാൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെതായിട്ടുള്ള ഒരു ജനറൽ ബിഹേവിയർ ഉണ്ട്, അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. സോ അതുപോലെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറും. ഓരോ എംപ്ലോയീസിനെ കുറിച്ച് മനസ്സിലാക്കി ജനറലി ഓർഗനൈസേഷനിലുള്ള ജനറൽ ബിഹേവിയർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാലാണ് ഈ ഓർഗനൈസേഷനെ നമുക്ക് ശരിയായ രീതിയിൽ അതിലുള്ള എംപ്ലോയീസിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള കാര്യം പഠിക്കുന്നത്. അതിൽ നമുക്ക് ബേസായിട്ട് ബിഹേവിയറെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. എപ്പോഴും ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളുടെ ആക്ഷൻ ബേസ്ഡ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു വ്യക്തിനെ അയാളുടെ സ്വഭാവം കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് പറയുമ്പോൾ ആ സ്വഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അയാളുടെ ഒരു ആക്ഷനാണ് അല്ലേ. സേ ലൈക്ക് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആക്ഷൻ. അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, ഇറ്റ് ഈസ് ഓൾസോ അനദർ കൈൻഡ് ഓഫ് ആക്ഷൻ. സോ അങ്ങനെ ഓരോ ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ബിഹേവിയർ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഓരോ ആക്ഷൻസും ഗോൾ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഈ പറയുന്ന കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിന് ഈ ഒരു സ്പെസിഫിക് ഗോൾ എന്താണെന്ന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തിനാണ് ഞാനിപ്പോൾ അത് ചെയ്തത്. അങ്ങനെ നമുക്ക് ഡൗട്ട് തോന്നുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിന് നമ്മൾ അതനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഗോളിനെ കുറിച്ച് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നോളേജ്, ഒരുപാട് ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ, ഒരുപാട് ഗ്ലോബൽ കോമ്പറ്റീഷൻ, ഒരുപാട് ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടത് മാനേജേഴ്സിന് വളരെ അത്യാവശ്യമാണ്. പക്ഷേ പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാതെ അവരെന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ അത് നല്ല രീതിയിലേക്കാവാം അല്ലെങ്കിൽ മോശം രീതിയിലേക്കാവാം. അപ്പോൾ അതുകൊണ്ട് ഏതൊരു സക്സസ്ഫുൾ ഓർഗനൈസേഷനും അതിൻ്റെ മാനേജ്മെൻറ്റ് എപ്പോഴും അവരുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ബിഹേവിയേഴ്സ് മനസ്സിലാക്കി എടുത്താൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഹ്യൂമൻ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിഹേവിയറിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ആ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ശരിക്കും അതൊരു ചലഞ്ചാണ് ശരിക്കും അല്ലേ. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ 10-45 പേരുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ 10-45 പേരുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ബിഹേവിയറെ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അതൊരു ചലഞ്ചാണ് ആക്ച്വലി. അപ്പോൾ ഈ ചലഞ്ചിനൊക്കെ എല്ലാം കൂടി എടുക്കുമ്പോൾ അതൊരു കോംപ്ലക്സ് ചലഞ്ചാണ്. അതിനൊക്കെ ഡീൽ ചെയ്യാനുള്ള പല സൊല്യൂഷൻസും ഉണ്ട്. ഓക്കെ, സോ ഹ്യൂമൻ ബീങ്സ് ചിലപ്പം നടക്കുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, ഉറങ്ങുന്നുണ്ടാവും. ഇതൊക്കെ ഓരോ പാറ്റേൺ ഓഫ് ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആ ആക്ടിവിറ്റി ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വേറെ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് നിൽക്കുന്നു, അനദർ ആക്ടിവിറ്റി. നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അയാൾ സംസാരിക്കുന്നു, എഗെയിൻ അനദർ ആക്ടിവിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് അത് ചാലഞ്ച് എന്ന് പറയാൻ കാരണം. ഒരുപാട് പേരുടെ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എടുക്കുമ്പോൾ അതൊരു കോംപ്ലക്സ് ചാലഞ്ചായിട്ട് മാറുന്നു.
അപ്പോൾ ഓർഗനൈസേഷനിൽ ഓരോ എംപ്ലോയി എന്താ ചെയ്യുന്നത്, അവരെന്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഇതൊക്കെ ശരിക്കും അവിടുത്തെ മാനേജർ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കി എടുത്താൽ മാത്രമേ ആ മാനേജർക്ക് അവരുടെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഇനി നമുക്ക് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു കൂട്ടായ്മയാണ്. അതിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആയിട്ട് ഉള്ള സംരംഭമാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ ആക്ടിവിറ്റീസാണ് ഉള്ളത്. ഈ ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവോൾവ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഓർഗനൈസേഷൻ സിമ്പിളായിരിക്കാം, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിരിക്കാം, ചെറുതായിരിക്കാം, വലുതായിരിക്കാം. പക്ഷേ എല്ലാ ഓർഗനൈസേഷൻ്റെയും ബേസിക് എലമെൻറ്റ്സ് സെയിം തന്നെയാണ്. അത് എത്ര കൊല്ലം മാറിയാലും മാറില്ല. ഓക്കെ. പക്ഷേ ഈ ഓർഗനൈസേഷനൊക്കെ നിലകൊള്ളുന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പല ആൾക്കാരെയും ആകർഷിക്കുന്നുണ്ടാവും. ഈ ഓർഗനൈസേഷൻ പല റിസോഴ്സുകളും യൂസ് ചെയ്യുന്നുണ്ടാവും. അതുവഴി അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർക്ക് ഏതൊക്കെയാണെന്നുള്ള ഡിസൈഡ് ചെയ്ത് അതൊരു പർട്ടിക്കുലർ സ്ട്രക്ചറാക്കി അത് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ഉർവിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഥർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഓർഗനൈസേഷൻ ഇസ് ടു ഡിറ്റർമിൻ ദ ആക്ടിവിറ്റീസ് ടു അക്കംപ്ലിഷ് എ ജോബ് ആൻഡ് അറേഞ്ച് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആക്ടിവിറ്റീസ് എമംഗ് ദ പീപ്പിൾ. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജോബ് എന്തൊക്കെ ജോബ്സാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, ആ ജോബ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡിറ്റർമിൻ ചെയ്യുക, എന്നിട്ട് അത് ആൾക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതാണ് ഉർവിക് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ. ഇനി ഗെറെ ജോൺസ് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്: ഓർഗനൈസേഷൻസ് ആർ സോഷ്യൽ ഇൻവെൻഷൻസ് ഫോർ അക്കംപ്ലിഷിംഗ് ഗോൾസ് ത്രൂ ഗ്രൂപ്പ് എഫേർട്സ്. അതായത് 3 കാര്യങ്ങളാണ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻവെൻഷനാണ്, കാരണം ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ആൾക്കാരുടെ കൂട്ടായ്മ അവിടെ വേണ്ടി വരുന്നുണ്ട്. ഫോർ അക്കംപ്ലിഷിംഗ് ഗോൾസ്, അവരെല്ലാം കൂടി നിൽക്കുന്നത് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടാണ്. അതെങ്ങനെയാണ്? ത്രൂ ഗ്രൂപ്പ് എഫക്ട്സ്. ഇവരെല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് എഫക്റ്റിലൂടെയാണ് അവരത് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഒരു ഡെഫിനേഷൻ വളരെ കുറച്ചുകൂടി വൈഡായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഡെഫിനേഷനാണ്. ബിസിനസ് ആയാലും സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഫ്രട്ടേണൽ ഗ്രൂപ്പ്സ്, റിലീജിയസ് ബോഡീസ്, ഗവൺമെൻറ് ഏജൻസ്, അങ്ങനെ ഏതിനും ഈ ഒരു ഡെഫിനേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഗെറെ ജോൺസിൻ്റെ ആ ഡെഫിനേഷനിൽ 3 ആസ്പെക്ട്സ് മെയിനായിട്ട് കണ്ടിരുന്നല്ലോ: സോഷ്യൽ ഇൻവെൻഷൻസ്, അക്കംപ്ലിഷിംഗ് ഗോൾസ് ആൻഡ് ഗ്രൂപ്പ് എഫേർട്സ്. അതിൽ സോഷ്യൽ ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്യാതറിങ് ഓഫ് പീപ്പിളാണ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സംഭവമാണ് ഇതുപോലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. പിന്നെ അക്കംപ്ലിഷിംഗ് ഗോൾസ് എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലും ആ ഓർഗനൈസേഷൻ ഒരു കാരണം കൊണ്ടാണ് നിലനിൽക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ ഗോളാണ്. അപ്പോൾ ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ എഫേർട്സും ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏതൊരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ്റെയും മെയിൻ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഗോൾ ഇൻ്റർറിലേറ്റഡ് ആണ്. അത് മറ്റുള്ള പല ഗോൾസുമായിട്ട് ഇൻ്റർറിലേറ്റഡ് ആണ്. അപ്പം ആ ഒരു ഇൻ്റഗ്രേഷൻ, ആ ഗോൾസിൻ്റെയൊക്കെ ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ വ്യക്തികളുടെ, ആ ഓർഗനൈസേഷനിൽ കൂടി നിൽക്കുന്ന വ്യക്തികളുടെ ഗോളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവണം, ഇൻ്റർറിലേറ്റഡ് ആയിട്ടിരിക്കണം. കാരണം ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഓർഗനൈസേഷനിലുള്ള എല്ലാ ആൾക്കാരുടെയും ഗോൾസും അച്ചീവ് ചെയ്തിരിക്കണം. അതാണ് അക്കംപ്ലിഷിംഗ് ഗോൾസ്. പിന്നെ ഗ്രൂപ്പ് എഫേർട്സ്. നമുക്കറിയാം നമ്മളുടെ ഈ പറയുന്ന ആൾക്കാർ അവരെ സൊസൈറ്റിയിലെ മെമ്പേഴ്സാണ്. അവർ നമ്മളുടെ ഈ പറയുന്ന ഓർഗനൈസേഷനിൽ നിലകൊള്ളുമ്പോൾ അവരെല്ലാം പരസ്പരം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അവരെല്ലാം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷേ ആ ലിമിറ്റേഷൻസൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത് അവരൊക്കെ നിന്നുകൊണ്ട് കൂട്ടായിട്ട് ആ ഗ്രൂപ്പ് എഫേർട്ടിലൂടെയാണ് ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ഡെഫിനേഷൻ്റെ എക്സ്പ്ലനേഷൻസ്. ഇനി നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറുടെ മീനിങ് ആൻഡ് കൺസെപ്റ്റിലേക്ക് പോവാം. അതായത് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ആൾക്കാരുടെ ആ ഒരു ആക്ട്
ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള നോളേജ് നമ്മൾ എടുക്കുകയാണ്. നോളേജ് ഫോം ചെയ്ത് അത് നമ്മളുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഇറ്റ് ഈസ് ദ സ്റ്റഡി ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് നോളേജ് അബൌട്ട് ഹൗ പീപ്പിൾ ആക്ട് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അവർ ആക്ട് ചെയ്യുന്നത്, കാരണം പലരും പല രീതിയിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ നമ്മൾ ഓർഗനൈസേഷനെ ആൾക്കാരുടെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കി എടുക്കുന്നത് അതൊരു ഹ്യൂമൻ ടൂളാണ്. ഇത് നമ്മളുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ബിഹേവിയർ ഏതൊരു ഓർഗനൈസേഷനിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിപ്പോൾ ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, സർവീസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് കൂടുതൽ ബെനിഫിറ്റാണ് തരുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഓർഗനൈസേഷനിലെ ബിഹേവിയർ മനസ്സിലാക്കി എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ ശരിക്കും മാനേജേഴ്സിന് ശരിക്കും നമ്മുടെ ഓർഗനൈസേഷനെ ഒരു പുതിയ മാതൃകയിലുള്ള ഓർഗനൈസേഷനാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് അത് മാനേജേഴ്സിനെ സഹായിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പുതിയ ഒരു മാതൃകയായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിലെപ്പോഴും ഇൻഫർമേഷൻ ടെക്നോളജിക്കും ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ എംപവർ ചെയ്യാനായിട്ടും റീ എൻജിനീയറിങ് ചെയ്യാനായിട്ടും അവരെ ശരിക്കും ഒരു ബെഞ്ച് മാർക്കായിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ ബിഹേവിയറിൽ അവരുടെ ബിഹേവിയർ നന്നായി മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പുതിയ മാതൃകയിലുള്ള സെറ്റപ്പ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ ബിഹേവിയറാണ് നമുക്ക് ഉത്തമമായിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ പറയുന്ന ഒരുപാട് എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ് നമ്മൾ ഓർഗനൈസേഷൻ നേടുന്നുണ്ടാവും. അപ്പം അപ്പോൾ ആ ഒരു രീതിയിൽ ചാലഞ്ചസ് നേരിടുമ്പോൾ നമ്മുടെ പുതിയ മാതൃകയിലുള്ള ഓർഗനൈസേഷനായിരിക്കും അതിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു നല്ല ഓർഗനൈസേഷൻ പുതിയ മാതൃകയിലാക്കുമ്പോൾ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്: ടെക്നിക്കൽ, കൺസെപ്ഷ്യൽ ആൻഡ് ഹ്യൂമൻ. അതിൽ ടെക്നിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മാനേജേഴ്സിൻ്റെ ആ ഫങ്ഷണൽ ഏരിയയിലുള്ള എക്സ്പെർട്ടൈസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മാനേജേഴ്സിന് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ ജോബ് റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഓരോ ഫങ്ഷൻ ഏരിയാസിൽ ആ ജോബ് കൊണ്ട് എങ്ങനെയാണ് ആ ഫങ്ഷൻ ചെയ്യേണ്ടതെന്നും അറിയാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമ്മളുടെ കൺസെപ്റ്റും ഹ്യൂമൻ ഡയമെൻഷൻസ് ആ ജോബിൻ്റേത് അവർ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല മാനേജേഴ്സും വിചാരിക്കുന്നത് എംപ്ലോയീസ് സാധാരണഗതിയിൽ ലേസിയാണ്, അവർക്ക് പൈസയിൽ മാത്രമേ ഇൻട്രസ്റ്റേ ഉള്ളൂ. അപ്പോൾ അവരെ നമ്മൾ മണീൻ്റെ ടേംസിൽ ഹാപ്പി ആക്കി കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റീവ് ആവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ അസംഷൻസൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ആൾക്കാർ എംപ്ലോയീസിന് അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പം ശരിക്കും ആ ജോലിയിൽ ഏർപ്പെടുന്ന ഓരോ എംപ്ലോയീസും അവരുടെ ഒരു ബിഹേവിയർ വളരെ കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഡൈവേഴ്സ് ആണ്. കാരണം അവരുടെ ആ ഒരു ഹ്യൂമൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ ആ ഹ്യൂമൻ നേച്ചർ വെച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശരിക്കും കൺസെപ്റ്റ്സും ഹ്യൂമൻ ഡയമെൻഷൻസിൽ നോക്കിയില്ലെങ്കിൽ നമുക്കത് ഇഫക്റ്റീവ്ലി അവരെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ നമ്മളെപ്പോഴും എംപ്ലോയീസിൻ്റെ അവരുടെ തോട്ട്സിന്, ഫീലിങ്സിന്, ഇമോഷൻസിന്, ആക്ഷൻസിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കാരണം ഇതെല്ലാം അവരുടെ വർക്കിലും കൂടി
വർക്കിലും കൂടി ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ശരിക്കും മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ അതിന് കൺസെപ്റ്റ്സും ഹ്യൂമൻ ആ ഒരു 2 ആംഗിളും കൂടി നമുക്കവിടെ ആവശ്യമാണ്. അതുമാത്രമല്ല നമ്മൾ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിൻ്റെ ഗ്രൂപ്പ് ബിഹേവിയറും കൂടി മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ ഈ പറയുന്ന ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, വളരെ ഡൈവേഴ്സ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ഹിമാലയൻ ടാസ്ക്കാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ ബിഹേവിയർ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. സോ ഈ ഓർഗനൈസേഷനിൽ നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ ഓരോ ജോലി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയാണ് ചെയ്തെടുപ്പിക്കേണ്ടത്. അത് ഇൻഡിവിജ്വൽ ആയിട്ടായാലും അതുപോലെ കളക്റ്റീവ് ആയിട്ടായാലും അത് നമ്മുടെ ടെക്നോളജി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു സെൻട്രൽ ടാസ്ക് ആണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ ബിഹേവിയർ മാനേജ് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് പറയാം. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു സെൻട്രൽ ടാസ്ക്കാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ മാനേജ് ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടാസ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഓർഗനൈസേഷനിൽ ഓരോ ഇൻഡിവിജ്വൽ ബിഹേവിയർ മനസ്സിലാക്കി ആ ഓർഗനൈസേഷനിൽ ജനറൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ എന്താ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക, അത് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്തെടുക്കുക, അത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ ഒരു സെൻട്രൽ ടാസ്ക് എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ ഈ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ വേറെ നമ്മൾ ഈ രീതിയിലുള്ളൊരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ സെറ്റിങ്സ്. നമ്മളുടെ ഓർഗനൈസേഷൻ സെറ്റിങ്സിലുള്ള ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഹ്യൂമൻ ബിഹേവിയറും ഓർഗനൈസേഷൻ തമ്മിലൊരു ഇൻ്റർഫേസ് ഫോം ചെയ്യുകയാണത്. അപ്പോൾ ഇതിൽ നമുക്ക് 3 ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഓർഗനൈസേഷൻ, പിന്നെ ഇതിൻ്റെ തമ്മിലുള്ള ഇൻ്റർഫേസ്. അപ്പോൾ അതിൽ ഇൻഡിവിജ്വൽ ബിഹേവിയർ എടുക്കുകയാണെങ്കിൽ അത് ശരിക്കും ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള ബിലീവ്സ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഉണ്ടാവും. അത് എന്ത് ചെയ്യുന്നു, അത് അവരുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓരോ ഇൻഡിവിജ്വൽസും അവരുടേതായിട്ടുള്ള ബിലീവ്സ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ആ അവരുടെയും കൂടിയിട്ടുള്ള ഈ ഒരു യുണീക്ക് സെറ്റ്സ് എന്താണ്, അതിൻ്റെ ഒരു ഇൻ്റർഫേസാണ് ഓർഗനൈസേഷനിലേക്ക് കോൺട്രിബ്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽസിനെ കുറിച്ച് മനസ്സിലാക്കണം, അവരുടെ കോൺട്രിബ്യൂഷൻ ഓർഗനൈസേഷനെ കുറിച്ച് മനസ്സിലാക്കണം, അതെങ്ങനെ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി എടുക്കണം. സോ ഈ പറയുന്ന ഓർഗനൈസേഷനിൽ നമ്മൾ എപ്പോഴും പ്രതിപാദിക്കുന്നത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വർക്ക് റിലേറ്റഡ് ബിഹേവിയറിലാണ് ശരിക്കും നമുക്ക് കൺട്രോൾ ചെയ്യാനും അതുപോലെ പ്രെഡിക്റ്റ് ചെയ്യാനും അത് മനസ്സിലാക്കിയെടുക്കാനും വേണ്ടത്. അപ്പോൾ ഇതൊരു ഓൺഗോയിങ് ബിഹേവിയർ പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല, സ്ഥിരമായി തന്നെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ പറയുന്ന ബേസിക് ഹ്യൂമൻ എലിമെൻറ്റ്സ് വർക്ക് ചെയ്യുമ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ അതിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയർ 3 മേജർ രീതിയിലാണ് നമ്മൾ ഈ ആൾക്കാരെ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. ഒന്ന്, ആൾക്കാർ ഒരു ഓർഗനൈസേഷനായിട്ട്, അതുപോലെ ആൾക്കാർ ഒരു റിസോഴ്സായിട്ട്, ആൾക്കാരായിട്ട് എന്നുള്ള 3 തലത്തിലാണ് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഓക്കെ.